ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ലോലിപോപ്പ് പീസസ് ആക്കിയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് നമുക്ക് ചിക്കൻ ഷോപ്പിൽ അങ്ങനെ അവൈലബിൾ ആണ്. അങ്ങനെ തന്നെ വാങ്ങിയതാണ്. ഓരോ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ചില്ലി പേസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ചില്ലി പേസ്റ്റ് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 15 കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ തന്നെ അതെല്ലാം പോയി കിട്ടും. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത കാശ്മീരി ചില്ലിയാണ്. അതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളത്തോടു കൂടി അരയ്ക്കരുത്. വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കാശ്മീരി ചില്ലി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷെസ്വാൻ സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഹൈ ആയിരിക്കണം. പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അതൊക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് സിമ്മിൽ ക്ലോസ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗർ, 1 ടേബിൾ സ്പൂൺ തേനില്ലെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അതങ്ങനെ കുക്കാവട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഈ സോസിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് ചെറിയ ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുക. പാർട്ടിക്കൊക്കെ അങ്ങനെ സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.